അപ്പൊ എല്ലാവർക്കും നമസ്കാരം. JRCM. ഒരുപാട് നാളായി നമ്മുടെ സ്റ്റാറിന്റെ ഇപ്പൊ മീറ്റിംഗിൽ ഒരു ടോപ്പിക് അവതരിപ്പിച്ചിട്ട്. അപ്പൊ അതിനൊരു അവസരം തന്ന നമ്മുടെ ഗ്രേറ്റ് ലീഡേഴ്സിനുള്ള നന്ദി ആദ്യമേ പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. കാരണം നമ്മളെ വളർത്താനും അതുപോലെ തന്നെ നമുക്ക് വേണ്ട സപ്പോർട്ടുകൾ എപ്പോഴും തന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഗ്രേറ്റ് ലീഡേഴ്സ് ആണ്. അപ്പൊ അവരെ ഓർമ്മിക്കാണ്ട് നമുക്കൊരു പ്രോഗ്രാം തുടങ്ങാൻ കഴിയില്ല എന്നതിനാലും നമുക്ക് അവരോടുള്ള സ്നേഹം വെളിവാക്കണം എന്നതിനാലും ഒരു നന്ദി അവരോട് കൂടി പറയുകയാണ്. അപ്പൊ നമ്മളിന്ന് സംസാരിക്കാനായിട്ട് പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഡയറക്ട് സെല്ലിംഗ് എന്നുള്ള ഒരു മേഖലയുടെ സാധ്യതയെ കുറിച്ചിട്ടാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ RCM എന്നുള്ള ഒരു കമ്പനിയിലാണ് പ്രവർത്തിക്കുന്നത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ ആ ഒരു മേഖലയെ കുറിച്ച് കൂടി നമ്മൾ ആധികാരികമായിട്ട് അതല്ലെങ്കിൽ കുറച്ച് വൈഡായിട്ട് നമ്മൾ പഠിക്കേണ്ട ആവശ്യകത ഉണ്ട് എന്നുള്ളതാണ്. കാരണം ഇനിയുള്ള ആളുകൾ ഈ ഒരു മേഖലയെ സംബന്ധിച്ചിട്ടാണ് പഠിക്കുകയും അതിനെപ്പറ്റിയുള്ള ഒരു അവയർനെസ് അവർക്ക് കിട്ടുന്നതിലൂടെയൊക്കെയാണ് ഈ ഒരു മേഖലയിലേക്ക് കടന്നു വരിക. അല്ലെങ്കിൽ പർട്ടിക്കുലർ ഒരു കമ്പനിയെ കുറിച്ച് പഠിക്കുന്നത് ആ ഒരു മേഖലയെ കുറിച്ചുള്ള പഠനം കഴിഞ്ഞതിന് ശേഷമാണ് എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് ആ ഒരു മേഖലയുടെ ഫ്യൂച്ചർ കൂടി നമ്മൾ അറിഞ്ഞിരിക്കണം. നമ്മൾ RCM എന്നുള്ള കമ്പനി നല്ല കമ്പനിയാണ്, അതുപോലെ ഒരുപാട് പ്രൊഡക്റ്റുകൾ ഉണ്ട്, അതെല്ലാം ഓക്കെയാണ്. നമുക്ക് ലീഡേഴ്സ് ഒരുപാട് ട്രെയിനിങ്ങുകൾ തരുന്നുണ്ട്, വിവിധ വിഷയങ്ങൾ നമ്മുടെ പ്രൊഡക്റ്റിനെ കുറിച്ചും നമ്മുടെ പ്ലാനിനെ കുറിച്ചൊക്കെ തരുന്നുണ്ട്. പക്ഷെ എന്നിരുന്നാലും ഈ ഒരു ഏരിയ അല്ലെ, നമ്മളൊരു ഏരിയ ഒരു ഇൻഡസ്ട്രിയെ കുറിച്ച് നമ്മൾ പഠിക്കേണ്ട ആവശ്യകതയും കൂടി ഉണ്ട് എന്നുള്ളതാണ് ആദ്യമേ നമുക്ക് പറയാനുള്ള ഒരു കാര്യം. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഏരിയയെ കുറിച്ച് നമുക്ക് കടക്കാണ്. കുറച്ച് കാര്യങ്ങൾ നമ്മുടെ ജീവിതവുമായിട്ട് കണക്ട് ചെയ്തിട്ട് നമ്മൾ വന്ന ഒരു കുറച്ച് വർഷങ്ങൾക്ക് മുൻപേ നമ്മൾ വഴിവെട്ടി വന്ന ഒരു കാലഘട്ടം നമുക്കൊന്ന് പരിശോധിച്ചുകൊണ്ട് നമുക്ക് ഡയറക്റ്റ് ചെയ്തെങ്കിലും ഒന്ന് കറക്റ്റ് ആയിട്ട് അതിലേക്ക് ഒന്ന് ലിങ്ക് ചെയ്യാം എന്നുള്ളതാണ്. നമ്മുടെ നാടിന്റെ ഇന്നത്തെ ഒരു സാമ്പത്തിക സ്ഥിതി പല കാരണങ്ങളാൽ അഭിവൃദ്ധിപ്പെടുന്നുണ്ട്. അതായത് കാലാകാലങ്ങളായിട്ട് പല വിധത്തിലുള്ള ഘട്ടങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം. അപ്പൊ നമ്മൾ എപ്പോഴും മനസ്സിലാക്കുന്ന ഒരു കാര്യം, എവിടെ ഡിമാൻഡ് കൂടുന്നോ, ഞാൻ പറയുന്നത് വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. ഇന്നൊരു PPT ഇല്ലാത്തതിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മൾ ഒരു കാര്യം ലേൺ ചെയ്യുമ്പോൾ മൂന്ന് കാര്യങ്ങൾ സംഭവിക്കില്ല. ഒന്ന് വിഷ്വല് വേണം, കാണണം. ഒന്ന് ഓഡിറ്ററി വേണം, കേൾക്കണം. അതുപോലെ തന്നെ കിനസ്തെറ്റിക്, അത് നമ്മൾ എഴുതിയെടുക്കും കൂടി വേണം. അപ്പൊ ഞാൻ പറയുന്നതിലെ പ്രധാനപ്പെട്ട പോയിന്റുകൾ ആരെങ്കിലും ഇവിടെ ചാറ്റിൽ, അതല്ലെങ്കിൽ എല്ലാവരും, കിനസ്തെറ്റിക് എന്ന് പറയുമ്പോൾ എല്ലാവരും ചാറ്റിൽ ഇടുമ്പോൾ അത് നമ്മുടെ മനസ്സിൽ രജിസ്റ്റർ ആവുകയാണ്. അപ്പൊ ഈ മൂന്ന് കാര്യങ്ങളും ഇതിൽ ഒരുമിച്ച് നടക്കണം എന്നുള്ളത് കൊണ്ടാണ് ഇന്നത്തെ ഒരു PPT നമ്മൾ തയ്യാറാക്കാതിരുന്നത്. PPT നമ്മൾ തയ്യാറാക്കുമ്പോൾ നമ്മൾ എഴുതിയെടുക്കാനോ ഒന്നിനും ശ്രമിക്കാതെ നമ്മളത് കേട്ട് പോവാന്നല്ലാതെ കണ്ട് നമ്മളൊരു നോട്ടിലേക്ക് പകർത്തുന്ന ഒരു സ്ഥിതിയിലേക്ക് നമ്മൾ മാറുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഈ ഒരു മൂന്ന് കാര്യങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ പറയുന്ന പ്രധാനപ്പെട്ട പോയിന്റുകൾ ഉണ്ടാവും, അത് നിങ്ങളൊന്ന് ചാറ്റിൽ എല്ലാവരും അത് ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിൽ അത് കുറച്ച് രജിസ്റ്റർ ആവാനായിട്ട് സഹായിക്കും എന്നുള്ളതാണ് ആദ്യമേ പറയാനുള്ളത്. അപ്പൊ ഓക്കെ ആണെങ്കിൽ ഒന്ന് നമ്മുടെ ചാറ്റ് ബോക്സിൽ വരിക. അപ്പൊ നമ്മളൊരു ഇന്ററാക്റ്റീവ് സെഷനായിട്ട് നമുക്ക് പോകാം എന്നുള്ളത് കൊണ്ടാണ് ഇത്. ഞാൻ വെറുതെ സംസാരിക്കാൻ, നിങ്ങൾ കേട്ടിരിക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് നമുക്കൊരു ഇന്ററാക്റ്റീവ് സെഷനിലായിട്ട് നമുക്ക് പോകാം. അപ്പൊ അതാണ് ആദ്യമേ പറയാനുള്ള ഒരു കാര്യം. പിന്നെ എവിടെ നമ്മുടെ എന്താണ് പറഞ്ഞു വന്നത്, നമ്മൾ ഏതൊരു നാടിന്റെയും സാമ്പത്തിക സ്ഥിതിയാണ് നമ്മളിത് പരിശോധിക്കുക. നമ്മുടെ ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിതി, അത് വളർന്നു വന്ന സാഹചര്യമാണ് പരിശോധിക്കാൻ പോകുന്നത്. അപ്പൊ അതിനു മുൻപ് പറയാനുള്ള ഒരു കാര്യം, എവിടെ ഡിമാൻഡ് കൂടുന്നുവോ അവിടെ അഴിമതി നടക്കാറുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള വസ്തുത. ഡിമാൻഡും അഴിമതിയും ഇത് നമ്മളൊന്ന് കണക്ട് ചെയ്യണം. പക്ഷെ ആ അഴിമതിയെ, അതല്ലെങ്കിൽ ആ ഒരു ഡിമാൻഡിനെ അഴിമതി കൊണ്ട് ഇല്ലായ്മ ചെയ്യാനായിട്ട് വരുന്ന ഒരു കാര്യത്തെ നമ്മുടെ ഗവൺമെന്റിന്റെ കീഴിൽ അതിനൊരു റെഗുലേഷൻ, അതല്ലെങ്കിൽ അതിനൊരു റൂള് വരുമ്പോഴാണ് ആ ഒരു ഡിമാൻഡ് കൂടുതൽ ആർജിതമായിട്ട്, അല്ലെങ്കിൽ കൂടുതൽ ഊർജിതമായിട്ട് മുന്നോട്ട് വരുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പൊ അതിന് കുറച്ച് എക്സാമ്പിൾ സഹിതം ഞാനിവിടെ വ്യക്തമാക്കാം. നമ്മുടെ ജീവിതമായിട്ട് വളരെ കണക്ട് ചെയ്ത് നിൽക്കുന്ന കാര്യമാണ്. അപ്പൊ എല്ലാവർക്കും അത് മനസ്സിലാക്കാനായിട്ട് കഴിയും. 1970 കാലഘട്ടത്തില് നമ്മുടെ ആരോഗ്യവും അതുപോലെ തന്നെ ചുറുചുറുക്കുമുള്ള ഏതൊരു ചെറുപ്പക്കാരന്റെ അടുത്തും, അവന് പണം ഉണ്ടാക്കണം എന്ന് ആഗ്രഹിക്കുന്നുള്ള ഏതൊരു ചെറുപ്പക്കാരന്റെ അടുത്തും നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ അവൻ ആദ്യം പറയുന്ന ഒരു കാര്യം കടല് കടക്കണം എന്നുള്ളതാണ്. മറ്റു രാജ്യത്ത് പോയി ഒരു വിസ എടുത്ത് മറ്റു രാജ്യത്തേക്ക് പോയി കഴിഞ്ഞാൽ, നമ്മുടെ ഗൾഫ് കൺട്രീസിലേക്ക് പോയി കഴിഞ്ഞാൽ പണം ഉണ്ടാക്കാം എന്നുള്ളൊരു ധാരണ നമുക്കുണ്ടായിരുന്നു 1970 കാലഘട്ടത്തിൽ. ഇത് നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ചാറ്റ് യൂസ് ചെയ്യുക. കാരണം ആ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ കുടുംബത്തിൽ, അതല്ലെങ്കിൽ നമ്മുടെ പരിചയത്തിലുള്ള ആളുകളൊക്കെ ഗൾഫിൽ പോയ ആളുകളൊക്കെ ഉണ്ടാവും, ഇപ്പോഴും ഉള്ള ആളുകൾ ഉണ്ടാവും. ഞാൻ ആ ഒരു കാലഘട്ടത്തിന്റെ കാര്യമാണ് പറയുന്നത്. അപ്പൊ ആ ഒരു കാലഘട്ടത്തിലാണ് ഏറ്റവും കൂടുതൽ വിസ തട്ടിപ്പുകൾ നടന്നിട്ടുള്ള ഒരു കാലഘട്ടം എന്ന് പറയുന്നത് 1970 കാലഘട്ടത്തിലാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, എവിടെ ഡിമാൻഡ് കൂടുന്നുവോ
അവിടെ അഴിമതി ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോ ആ ഒരു അഴിമതിയുടെ നമ്മുടെ ഗവൺമെന്റിന്റെ കീഴിൽ ഫോറിൻ എക്സ്ചേഞ്ച് റെഗുലേഷൻ ആക്ട്, അതായത് ഫോറിൻ എക്സ്ചേഞ്ച് റെഗുലേഷൻ ആക്ട് എന്നുള്ള ഒരു ആക്ട് വന്നത് കൊണ്ടാണ് ആ ഒരു അഴിമതിയെ അവിടെ ചെറുക്കാനായിട്ട് കഴിഞ്ഞതും ഇന്ന് നമ്മുടെ കേരളത്തിലേക്ക് വരുന്ന ഒരു മെജോറിറ്റി പണം നമ്മുടെ ഗൾഫ് കൺട്രീസിൽ നിന്ന് വരുന്നതാണ് അല്ലെ. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അന്ന് ആ ഒരു റൂൾസ് വന്നതിന്റെ പുറകെയാണ് ഒരുപാട് ആളുകൾക്ക് നമ്മൾ ഗൾഫിലേക്ക് പോകാനും അതുപോലെ തന്നെ അവിടുത്തെ പണം ഇങ്ങോട്ട് ട്രാൻസാക്ഷൻ നടത്താനും ഒക്കെ ഉള്ള ഒരു സാഹചര്യം ഉണ്ടായത് ഈ ഒരു റൂളിന്റെ പിൻബലത്തിലാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അതാണ് ഒന്നാമത്തെ ഒരു റെവല്യൂഷൻ ആയിട്ട് ഞാൻ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തെ കാര്യം, നമ്മളൊരു ഇൻഷുറൻസ് മേഖല എടുത്ത് നോക്കുക. നമ്മൾ ആദ്യമൊക്കെ ഒരു ഇൻഷുറൻസ് ഏജന്റ് നമ്മുടെ വീട്ടിലേക്ക് വരുമ്പോൾ നമ്മൾ പറഞ്ഞിരുന്ന ഒരു കാര്യം എന്തായിരുന്നു? ഒരു കാലന്റെ പ്രതിപുരുഷൻ വരുന്നത്, നമ്മൾ മരിച്ചു കഴിഞ്ഞാലാണ് നമുക്ക് പണം കിട്ടുക എന്നുള്ളൊരു ധാരണയായിരുന്നു അല്ലെ. ഇൻഷുറൻസ് ഇപ്പോഴും നിലനിൽക്കുന്നത് ഒരു അൺസേർട്ടനിറ്റിയിലാണ് അല്ലെ. നാളെ എന്താണ് നമുക്ക് നടക്കുക എന്നുള്ളൊരു ആശങ്കയെ ചൂഷണം ചെയ്തിട്ടെന്ന് പറയാൻ പറ്റില്ല. ആ ഒരു ആശങ്ക ഉള്ളത് കൊണ്ടാണ് ഇന്നും ഇൻഷുറൻസ് നിലനിൽക്കുന്നത്. അപ്പൊ അതെന്തോ ആയിക്കോട്ടെ, ആ ഒരു ഇൻഷുറൻസ് മേഖലയെ ആദ്യം ഒരുപാട് അഴിമതികൾ ഉണ്ടായിരുന്നു. ഏജന്റുമാര് നടത്തിയിരുന്ന അഴിമതികൾ ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ വിവിധ കമ്പനികൾ നടത്തിയിരുന്ന അഴിമതികൾ ഉണ്ടായിരുന്നു. ഇങ്ങനെ ഒരുപാട് അഴിമതികൾ ഇൻഷുറൻസ് തുടക്ക കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. അപ്പൊ ഒരു പൊതുജനത്തിന്റെ ഒരു അവയർനെസ് എന്നുള്ളത്, നമ്മൾ ഇൻഷുറൻസിലേക്ക് അടയ്ക്കുന്ന പൈസ കൈമോശം വരുമോ എന്നുള്ളൊരു ധാരണയൊക്കെ ഉള്ള സമയത്താണ് ഗവൺമെന്റിന്റെ കീഴിൽ IRDA, ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു ചാറ്റ് ബോക്സിൽ ഇടാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഫോറിൻ എക്സ്ചേഞ്ച് റെഗുലേറ്ററി ആക്ട്. അതെന്താണെന്ന് വെച്ചത് കേൾക്കുന്ന ആളുകൾക്ക് വേണമെങ്കിൽ ഒന്നുകൂടെ കൂടി രജിസ്റ്റർ ആവാനും അതുപോലെ തന്നെ അവർക്ക് എഴുതിയെടുക്കുന്നതിനും വേണ്ടിയിട്ടാണ് കേട്ടോ. രണ്ടാമത്തെ കാര്യമാണ് IRDA, അതായത് ഇൻഷുറൻസ് റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ, ഡെവലപ്മെന്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ, IRDA എന്നാണ് ഇതിന്റെ ഷോർട്ട് ഫോം. അപ്പൊ അതിന്റെ ഒരു ഇംപ്ലിമിക്കേഷൻ നമ്മുടെ ഇൻഷുറൻസ് മേഖലയിൽ വന്നത് കൊണ്ടാണ് ഇന്ന് ഏകദേശം നമ്മൾ ഇന്ത്യയിൽ ടോട്ടൽ ഏകദേശം 50 ലക്ഷം ആളുകൾ ഇൻഷുറൻസ് മേഖലയിൽ ഏകദേശം പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് വിസിബിൾ ആയിട്ട്. അപ്പോൾ അത്രയും വലിയൊരു ഓപ്പർച്യൂണിറ്റി ഇന്ന് നമ്മൾ ഞാൻ പറയുന്നത് കേൾക്കുന്ന എത്ര ആളുകൾക്ക്, എല്ലാ ആളുകൾക്കും ഒരു പക്ഷേ ഇൻഷുറൻസ് ഉണ്ടായിരിക്കും അല്ലെ. അപ്പൊ അതൊരു സ്വീകാര്യതയിലേക്ക് വരാനുള്ളതിന്റെ കാരണം IRDA എന്നുള്ളൊരു നിയമത്തിന്റെ പിൻബലം നമ്മുടെ ഇൻഷുറൻസ് മേഖലയ്ക്ക് ഉണ്ടായത് കൊണ്ടാണ്. അപ്പൊ അതാണ് രണ്ടാമത്തെ നമ്മുടെ ഇതായിട്ട് കണക്ട് ചെയ്യാനുള്ള രണ്ടാമത്തെ പോയിന്റ്. അതുപോലെ തന്നെ മൂന്നാമത്തെ കാര്യമാണ് 1996 കാലഘട്ടത്തിലാണ് നമ്മുടെ സർക്കാർ സ്കൂളുകളിലൊക്കെ കമ്പ്യൂട്ടർ വൽക്കരണം അല്ലെ, കമ്പ്യൂട്ടർ ഉണ്ടായിരുന്നത്. അപ്പോ ഏറ്റവും കൂടുതൽ ഇന്റർനെറ്റ് തട്ടിപ്പും നടന്ന ഒരു വർഷം എന്ന് പറയുന്ന ആ ഒരു കാലഘട്ടത്തിലായിരുന്നു. ആ ഒരു കാലഘട്ടത്തിലാണ് സൈബർ ലോ ഗവൺമെന്റ് കൊണ്ടുവന്നതിന്റെ പുറകിലാണ് ഇന്ന് കാണുന്ന ഇന്റർനെറ്റ് സൗകര്യമൊക്കെ നമുക്ക് ഉണ്ടാക്കാനായിട്ട്. ഇന്ന് നമ്മൾ ഈ ഒരു ഞാൻ പറയുന്ന കാര്യങ്ങൾ കേൾക്കുന്നത് വരെ നമ്മളെ ഇന്റർനെറ്റിന്റെ സഹായത്തോട് കൂടിയിട്ടാണ് അല്ലെ. അപ്പൊ ഇന്റർനെറ്റ് ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ കഴിയാത്തൊരു സാഹചര്യത്തിലേക്ക് ഇന്ന് നമ്മൾ മാറിയിട്ടുണ്ട്. അപ്പൊ ആ ഒരു മാറാനായിട്ടുള്ള പ്രധാനപ്പെട്ട കാരണം എന്താണ്? ഒരു സൈബർ ലോ, ആ ഒരു നിയമത്തിന്റെ കീഴിൽ ഇന്റർനെറ്റ് വന്നത് കൊണ്ടാണ് ഇന്ന് വളരെ സ്വീകാര്യമായിട്ട് നമ്മൾ അത് ഉപയോഗിക്കാനായിട്ട് കഴിഞ്ഞു എന്നുള്ളത്. അതുപോലെ തന്നെ അടുത്തൊരു കാലഘട്ടത്തിൽ വന്നതാണ് ഓഹരി കുംഭകോണം എന്നുള്ളത്. ഷെയർ മാർക്കറ്റിൽ ആളുകൾ ഒരുപാട് പണം നിക്ഷേപിക്കുകയും അത് ഒരുപാട് കൈമോശം വരികയും ചെയ്യുന്ന ഒരു കാര്യം നിലവിലുണ്ടായിരുന്നു അല്ലെ. അപ്പൊ അതിൽ സെബി എന്നുള്ളതിന്റെ ഒരു നിയമത്തിന്റെ ഇംപ്ലിഫിക്കേഷൻ, അതായത് സെബി എന്ന് പറയുമ്പോൾ സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ, അതിന്റെ അണ്ടറിൽ അതല്ലെങ്കിൽ ആ ഒരു നിയമത്തിന്റെ പരിരക്ഷ നമ്മുടെ ഷെയർ മാർക്കറ്റിൽ വന്നതുകൊണ്ടാണ് ഇന്ന് അതിനെ ഒരു സ്വീകാര്യതയിലേക്ക് ഒരുപാട് ആളുകൾ ഷെയർ മാർക്കറ്റിൽ അതല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പണം നിക്ഷേപിക്കപ്പെടുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാരണം സെബി നിലവിൽ വന്നതും അതിന്റെ ഇംപ്ലിമിക്കേഷൻ നമ്മുടെ ഷെയർ മാർക്കറ്റിൽ വന്നതോട് കൂടിയിട്ടാണ് എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മുടെ അടുത്ത ഒരു വരുന്ന ഒരു കാര്യമാണ് നമുക്ക് പണം അടയ്ക്കേണ്ട, അതല്ലെങ്കിൽ നമുക്ക് ഇൻകമിങ് കോളിന് വരെ നമ്മൾ പണം അങ്ങോട്ട് അടയ്ക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്റെയൊക്കെ ഒരു ചെറുപ്പ കാലഘട്ടത്തിലാണ് അതൊക്കെ ഉണ്ടായിരുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോന്ന് അറിയില്ല, നമ്മുടെ ഫോണിലേക്ക് ഒരു കോള് ഇങ്ങോട്ട് വന്നാൽ വരെ പണം അങ്ങോട്ട് അടയ്ക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അല്ലെ. അപ്പൊ ആ ഒരു സമയത്താണ് 3G അതുപോലെ തന്നെ 2G അഴിമതി എന്നൊക്കെ ഒരു പക്ഷെ നമ്മുടെ ചെറുപ്പ കാലഘട്ടത്തിൽ അതല്ലെങ്കിൽ കുറച്ച് ഏജ് ഉള്ള ആളുകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും.
അപ്പൊ ആ ഒരു അഴിമതിയൊക്കെ ഉണ്ടായിരുന്നതിന്റെ പ്രധാന ഒരു കാലഘട്ടമായിരുന്നു ഏത്? 1990, അത് കഴിഞ്ഞിട്ടുള്ള കുറച്ച് കാലഘട്ടത്തിൽ ഈ അഴിമതി ഒരുപാട് നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ട്രായ് എന്നുള്ള ഒരു നിയമത്തിന്റെ, അതായത് ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ, ട്രായ് എന്നുള്ള ഒരു നിയമത്തിന്റെ പിൻബലത്തിൽ വന്നതുകൊണ്ടാണ് ഇന്ന് വളരെ സവിസ്തരം നമുക്ക് മൊബൈൽ ഫോണുകൾ ഉപയോഗിക്കാനും ഇൻകം കോളുകളൊക്കെ ഉപയോഗിക്കാനും ഒക്കെ ഉള്ള ഒരു ആ, സൗകര്യം ഒരുങ്ങിയത് ആ ഒരു നിയമത്തിന്റെ പിൻബലത്തിലാണ് എന്നുള്ളതാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഓരോ അഴിമതിയും നടക്കുന്ന കാലഘട്ടത്തിൽ ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ ആ, ഒരു അതോറിറ്റി രൂപീകരിക്കുകയും അതിനെ നല്ല അഴിമതിരഹിതമായിട്ടുള്ള രീതിയിലേക്ക് മാറ്റാനുള്ള ശ്രമങ്ങൾ തുടരുകയും ചെയ്തിരുന്നു എന്നുള്ളതാണ്. ആദ്യമേ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അഴിമതി എവിടെ ഡിമാൻഡ് ഉള്ളിടത്താണ് അഴിമതി നടക്കുക എന്നുള്ളതും, അഴിമതി നടക്കുന്നതിനെ ചെറുക്കാനായിട്ട് ഗവൺമെന്റ് തലത്തിൽ ഒരു റൂള് വന്നതോട് കൂടിയിട്ട് എല്ലാ മേഖലയും വികസിച്ചിട്ടുണ്ട് എന്നുള്ളതും നമ്മളൊരു റിയാലിറ്റി നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇപ്പോ ഈ അടുത്തിടയ്ക്ക് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, ഡയറക്ട് സെല്ലിംഗിൽ ഒരുപാട് അഴിമതികൾ ഉണ്ടായിരുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു അല്ലെ? ചിലപ്പോ നമ്മുടെ നമ്മൾ വന്ന സമയത്തും അതല്ലെങ്കിൽ ഈ ഒരു സമയത്തും ഒരുപാട് പഴികൾ നമ്മൾ കേൾക്കേണ്ടി വരുന്നുണ്ട് എന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ്. ആ ഒരു യാഥാർത്ഥ്യത്തിൽ വസ്തുത ഉണ്ടോ ഇല്ലയോ എന്നുള്ളതും നമുക്കറിയാം. അതിൽ വസ്തുതയുണ്ട്. കാരണം ഒരുപാട് കമ്പനികൾ ഓവർ പ്രൈസിങ് ആയിട്ട് പ്രൊഡക്റ്റ് കൊടുക്കുന്ന ഒരുപാട് കമ്പനികൾ അന്നുമുണ്ട് ഇന്നുമുണ്ട്. കാരണം ഒരു പോളിസി സ്കീം, മണി ചെയിൻ സർക്കുലേഷൻ ചെയ്യുന്ന കമ്പനികൾ അന്നുമുണ്ട് ഇന്നുമുണ്ട്. കാരണം മണി ചെയിൻ എന്ന് പറയുന്നത് പ്രൊഡക്റ്റോ സേവനമോ ഇല്ലാതെ പണം കൈകാര്യം ചെയ്യപ്പെടുന്ന രീതിയാണ് മണി ചെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു മണി ചെയിനെ ചെറുക്കാൻ വേണ്ടിയിട്ടാണ് PCMC ആക്ട് എന്ന് പറയുന്നത്. അതായത് പ്രൈസ് മണി ചിറ്റ്സ് പ്രൈസ് ചിറ്റ്സ് ആൻഡ് മണി സർക്കുലേഷൻ ബാണിംഗ് ആക്ട്, അതാണ് PCMC ആക്ട് എന്ന് പറയുക. ആ ഒരു ആക്ടിന്റെ ഇംപ്ലിമെന്റേഷൻ വരിക എന്ന് പറയുമ്പോൾ ഒരു പ്രൊഡക്റ്റോ സേവനമോ ഇല്ലാത്ത കമ്പനികൾക്ക് പ്രവർത്തിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. അപ്പോൾ തന്നെ ഒബിയസ്ലി എന്തുണ്ടാവും? കുറച്ച് പ്രൊഡക്റ്റുകൾ, കാരണം ഈ ഒരു ഡയറക്ട് സെല്ലിംഗ് എന്നുള്ള ഒരു മേഖലയിലേക്ക് കടക്കണം. പക്ഷെ എന്നിരുന്നാലും മണി ചെയിൻ ആണ് അവർ സർക്കുലേഷൻ ചെയ്യുന്നത്. അങ്ങനെയുള്ള കമ്പനികൾ അന്നുമുണ്ട് ഇന്നുമുണ്ട് എന്നും ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പോ ഈ ഒരു മേഖലയെ സംശുദ്ധമാക്കാൻ വേണ്ടിയിട്ടാണ് 2025 ഫെബ്രുവരി 19 ഡയറക്ട് സെല്ലിംഗ് മോണിറ്ററി മെക്കാനിസം ഇംപ്ലിമെന്റേഷൻ ചെയ്തിട്ടുള്ളത്. അതിന്റെ വെബ്സൈറ്റ് ആണ് ഇപ്പൊ നമ്മുടെ പ്രധാനപ്പെട്ട നമ്മുടെ ചീഫ് മിനിസ്റ്റർ 10,000 കണക്കിന് ആളുകളുടെ ഇടയിൽ വെച്ചിട്ട് അത് ഇനോഗ്രേഷൻ ചെയ്തു അല്ലെ? നമ്മൾ എല്ലാവർക്കും അഭിമാനിക്കാവുന്ന ഒരു നിമിഷമാണ്. അപ്പൊ നമ്മുടെ ഇന്ത്യയിലെ ഇത്രയും സംസ്ഥാനങ്ങൾ ഉണ്ടായിട്ടും ആദ്യമായിട്ട് ഈ ഒരു ഡയറക്ട് സെല്ലിംഗ് മോണിറ്ററി മെക്കാനിസം വന്ന ഒരു സംസ്ഥാനം നമ്മുടെ കേരളമാണ്. അതിൽ നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ്. ഞാൻ ഇത്രയും കമ്പാരിസൺ പറഞ്ഞതിന്റെ ഒരു പ്രധാനപ്പെട്ട ഉദ്ദേശം എന്താണെന്ന് വിചാരിച്ചാൽ, ഈ ഒരു ഇംപ്ലിഫിക്കേഷൻ, ഒരു നിയമത്തിന്റെ പരിരക്ഷ വന്നതോടു കൂടിയിട്ടാണ് എല്ലാ രാജ്യങ്ങളിലും ഇതിന്റെ ഒരു ബൂമിങ്, വളർച്ച തുടങ്ങിയിട്ടുള്ളത് എന്നുള്ളത്. ഇപ്പോഴും ഡയറക്ട് സെല്ലിംഗ് മേഖല നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ കുറഞ്ഞ ടേൺ ഓവർ, വളരെ വളരെ തുച്ഛമായ ടേൺ ഓവർ മാത്രം വരുന്നൊരു രാജ്യമാണ് നമ്മുടെ ഇന്ത്യ എന്നുള്ളത്. അപ്പൊ അതിന്റെ ഒരു ഡ്യൂപ്ലിക്കേഷൻ, അതിന്റെ 10ഓ 20ഓ 30ഓ ഇരട്ടിയാണ് ഇനിയുള്ള സമയങ്ങളിൽ വരാനായിട്ട് പോകുന്നത്. കാരണം നിയമത്തിന്റെ ഒരു പരിരക്ഷ. മറ്റത് നമ്മളടുത്തൊരു ചോദ്യം ചോദിക്കുമ്പോൾ നമുക്ക് നിയമത്തിന്റെ പരിരക്ഷയുണ്ടോ എന്ന് നമ്മളോട് ചോദിക്കുമ്പോൾ നമുക്ക് ഉത്തരം മുട്ടിയിരുന്ന സമയത്ത് ഇപ്പോൾ നമ്മളൊരു കയർ വ്യവസായം പോലെ, അതല്ലെങ്കിൽ ഒരു ഏത് വ്യവസായം എടുത്താലും അതിനൊരു അതോറിറ്റി ഉണ്ടാവും. അതുപോലെ തന്നെ ഒരു വ്യവസായമായിട്ട് നമ്മുടെ ഗവൺമെന്റ് ഔദ്യോഗികമായിട്ടുള്ള അംഗീകരിച്ചിട്ടുള്ള ആളുകളാണ് നമ്മൾ RCMകാര് അല്ലെങ്കിൽ ഡയറക്ട് സെല്ലേഴ്സ് എന്നുള്ളതിൽ നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കാം. അത് നമ്മൾ ആ ഒരു അവയർനെസ് നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കണം. പക്ഷെ ഈ ഒരു റൂൾസ് വന്നതോ ഒരുപക്ഷെ മോണിറ്ററി മെക്കാനിസം വന്നതോ ഒരുപക്ഷെ അറിയാത്ത ആളുകൾ ഇപ്പോഴും ഉണ്ടാവും. അവരിപ്പോഴും എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവുക? നമ്മളെ കുറ്റപ്പെടുത്തിയ ഡയറക്ട് സെല്ലിംഗ് എന്നുള്ളത് മണി ചെയിൻ ആണ്, അതല്ലെങ്കിൽ ഒരുപാട് പൈസ പോയിട്ടുണ്ട് എന്ന് പഴയ ഒരു പല്ലവി പറയുന്ന ആളുകൾ ഒരുപാട് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാവും. അപ്പൊ ആ ഒരു അവയർനെസ് കിട്ടിയിട്ടുള്ളത് ആർക്കാണ്? നമുക്ക് മാത്രമാണ്. അപ്പൊ ഒരു ആ ഒരു അവയർനെസ് അവരിലേക്ക് പാസ് ചെയ്യേണ്ടത്, ഇപ്പൊ കാതലായിട്ടുള്ള മാറ്റം ഈ ഒരു മേഖലയിൽ വന്നിട്ടുണ്ട് എന്ന് അവരെ ബോധ്യപ്പെടുത്തേണ്ടതായിട്ടുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട് അല്ലെ? അപ്പൊ ആ ഉത്തരവാദിത്വം നമുക്കുണ്ടെങ്കിൽ ആ ഒരു അറിവ് കൂടി നമുക്ക് വേണം. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ഇത്തരം കാര്യം കൂടി ഇവിടെ ഒരു പരാമർശിച്ച് എന്നുള്ളതാണ്. ഇപ്പൊ ഇനി നമ്മൾ RCMൽ ഇപ്പൊ ഏകദേശം ഡയറക്ട് സെല്ലിംഗ് എന്നുള്ള ഒരു കമ്പനിയിൽ ഏകദേശം 460-ൽ പരം കമ്പനികൾ പ്രവർത്തിക്കുന്നുണ്ട് നമ്മുടെ കേരളത്തില്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ പ്രവർത്തിക്കുന്നില്ലാത്തത് കൊണ്ട് മറ്റുള്ള കമ്പനികൾ പ്രവർത്തിക്കുന്നില്ല, അതല്ലെങ്കിൽ ഒരു മെല്ലെ പോക്ക് അവിടെ ഉണ്ട് എന്നുള്ളത് നമ്മൾ ധരിക്കേണ്ട ആവശ്യമില്ല.
ഇപ്പൊ പല കമ്പനികളും, ഞാൻ വയനാട് മേഖലയിലൊക്കെ പോയപ്പോ പല കമ്പനികളും, പേരെടുത്ത് പറയുന്നില്ല, പല കമ്പനികളും 18,500 രൂപയാണ് ഒരു ജോയിനിങ്ങിന്റെ ഫീ ആയിട്ട് അതല്ലെങ്കിൽ വരുന്നത്. അപ്പൊ അവര് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ കെട്ടുതാലി വരെ പണയം വെച്ചിട്ട് 3ഉം 4ഉം ID എടുത്തിട്ട് തട്ടിന്റെ മുകളിൽ ഇട്ടിട്ടുള്ള വീടുകൾ ഞാൻ അവിടെ കണ്ടിട്ടുണ്ട്. അപ്പോ അത് അവരുടെ പ്ലസ് പോയിന്റ് തന്നെയാണ്. കാരണം നമ്മൾ 2,000 രൂപയ്ക്ക് ഏത് ഷോപ്പിൽ നിന്നും ഏത് പ്രൊഡക്റ്റ് വേണമെങ്കിലും പർച്ചേസ് ചെയ്യാമെന്നുള്ള ഒരു സാധ്യത നിലനിൽക്കെ, ഒരു കമ്പനി പറയുന്ന പ്രൊഡക്റ്റ് പറയുന്ന പ്രൈസിന് പറയുന്ന കടയിൽ കോംബോ ആയിട്ട് എടുക്കേണ്ട സാഹചര്യത്തിലും അവർ 18,500 കൊടുത്ത് ആ ഒരു ID എടുക്കുന്നുണ്ടെങ്കിൽ, അതൊരു വീട്ടിൽ തന്നെ 4ഉം 5ഉം ID എടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ പറയുന്നതിന്റെ എത്രയോ ഇരട്ടി പറയാനായിട്ട് അവർക്ക് കഴിയുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഉള്ളത് പറഞ്ഞാൽ തന്നെ ആർസിഎമ്മിലേക്ക് വരാൻ ആളുകൾ ഉണ്ട് എന്ന് നിലനിൽക്കെ, ഇല്ലാത്തത് പറഞ്ഞു വരെ ഇവിടെ ബിസിനസ് നടക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു മേഖല സംശുദ്ധമാകും, ഇനിയുള്ളത് സ്വീകാര്യതയിലേക്ക് വരും, ഒരുപാട് കമ്പനികളെ മോണിറ്റൈസ് ചെയ്യും, ഒരുപാട് കമ്പനികൾ പോവും, ഒരുപാട് കമ്പനികൾ വരും. കാരണം ഇനിയുള്ളത് നമ്മുടെ ഇന്ത്യയിൽ ഒരുപാട് സാധ്യതകൾ, ഏറ്റവും വലിയ പോപ്പുലേഷൻ ഉള്ള ഒരു കൺട്രിയാണ് നമ്മുടെ ഇന്ത്യ എന്നുള്ളത്. അപ്പൊ ഒരുപാട് സാധ്യതയുണ്ട്. ഒരു കൺസ്യൂമിങ് സ്റ്റേറ്റ് ആയിട്ടുള്ള ഇന്ത്യയിലേക്ക് ഒരുപാട് കമ്പനികൾ ഇനിയും വരും. അപ്പൊ നമ്മൾ നിലനിൽക്കേണ്ടതും നമ്മൾ കൂടുതൽ ഊർജിതമായിട്ട് മറ്റുള്ളവരിലേക്ക് എത്തേണ്ടതിന്റെ ഒരു ആവശ്യകത, ഒരു കോമ്പറ്റീഷനിലേക്കാണ് നമ്മൾ ഇനി വരാൻ പോകുന്നത്. കാരണം പഴയ പോലെ അല്ല ഇനി വരിക എന്നുള്ളതാണ്. അപ്പൊ ആ ഒരു ഓർമ്മപ്പെടുത്തലാണ് ഇവിടെ ആദ്യമായിട്ട് പറയാനുള്ളത്. ഇപ്പൊ നമ്മൾ USA അതായത് നമ്മുടെ ഇതിന്റെ ഒരു ഗ്രാഫ് നമ്മൾ നോക്കുകയാണ്, ഈ ഒരു നിയമത്തിന്റെ ഇംപ്ലിമെന്റേഷൻ വന്നപ്പോൾ USA 35 കോടി ജനങ്ങളാണ് ഉള്ളത് എന്ന് പറയപ്പെടുന്നു. അതിൽ 2.5 ലക്ഷം കോടി ടേൺ ഓവർ ആണ് അവർ ഡയറക്ട് സെല്ലിംഗ് എന്നുള്ള ഒരു മേഖലയിൽ നിന്ന് മാത്രം അവിടേക്ക് വരുന്നത് എന്നുള്ളതാണ്. അതുപോലെ തന്നെ മലേഷ്യയിൽ ആകെ 3.5 കോടി ജനസംഖ്യയാണ് ഉള്ളത്. ആ മലേഷ്യയിൽ വരെ 50,000 കോടി ടേൺ ഓവർ ഡയറക്ട് സെല്ലിംഗ് മേഖല ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ, നമ്മുടെ ഇന്ത്യയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ കുറഞ്ഞ ടേൺ ഓവർ ആണ് ഈ ഒരു സമീപകാലം വരെ ഉണ്ടായിരുന്നത്. പക്ഷെ ഇനി അതിന്റെ ഒരു ബൂമിംഗ് ആണ് വരാൻ പോകുന്നത്. അതിന്റെ പ്രധാനപ്പെട്ട റീസൺ 140 കോടി, ഒരുപാട് ഒളിയും മറയും ഉണ്ടെങ്കിലും ജനസംഖ്യയുടെ കാര്യത്തിൽ ലോകത്തിലെ നമ്പർ 1 ആണ് നമ്മൾ, അല്ലെ? 140 കോടി ജനങ്ങൾ ഇന്ത്യയിലുണ്ട്. അപ്പൊ അത്രയും വലിയൊരു ഓപ്പർച്യൂണിറ്റി നമുക്ക് ഉണ്ട് എന്നുള്ളതാണ് ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അതുപോലെ തന്നെ റിലേഷൻഷിപ്പിന്, ഏറ്റവും കൂടുതൽ റിലേഷൻഷിപ്പിന് കാതലായിട്ടുള്ള ഒരു മൂല്യം കൊടുക്കുന്ന ആളുകളാണ് ആര്? നമ്മള് മലയാളികളും അതുപോലെ തന്നെ നമ്മൾ ഇന്ത്യക്കാരും. അപ്പൊ അതുകൊണ്ട് തന്നെ അത്രയും കൂടുതൽ ഒരു പൊട്ടൻഷ്യൽ കൂടി നമുക്കുണ്ട്, ഇത്രയും കൂടുതൽ പോപ്പുലേഷൻ നമുക്കുണ്ട്, ബന്ധങ്ങളെ കൂട്ടിപ്പിടിക്കുന്ന ആളുകളാണ് നമ്മൾ. ഇതൊക്കെ നമ്മുടെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ആണ് ആരുടെ? നമ്മളൊരു ആർസിഎംകാര് എന്നുള്ള നിലയും ഡയറക്ട് സെല്ലിംഗ് എന്നുള്ള ഒരു മേഖലയിലേക്ക് വന്നിട്ടുള്ള ആളുകൾ എന്നുള്ള നിലയിലും നമ്മുടെ ഏറ്റവും നല്ലൊരു അഡ്വാൻറ്റേജ് ആണ് എന്നുള്ളതാണ് ഇവിടെ പറയാനുള്ള, ഇതിന്റെ ഒരു ഗ്രാഫ് പറയാനുള്ള. അപ്പൊ ഇനിയുള്ള മേഖലയിൽ, ഇനിയുള്ള വരും കാലഘട്ടത്തിൽ ഡയറക്ട് സെല്ലിംഗ് എന്നുള്ളത് നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യുന്നതേ ഉള്ളൂ. കാരണം നമ്മളിപ്പോ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു സഫയറും അതുപോലെ തന്നെ ഒരുപാട് എമറാൾഡ്, സ്റ്റാർ എമറാൾഡ്, റൂബി, ഇതൊക്കെ നമുക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ബിസിനസിന്റെ തുടക്കമേ ആയിട്ടുള്ളൂ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള ഒരു വസ്തുത. 25 വർഷമായി നമ്മൾ തുടങ്ങാനായിട്ട്, നമുക്കൊരു ഗവൺമെന്റ് പിൻബലം കിട്ടാൻ 25 വർഷം നമ്മൾ കാത്തിരുന്നുവെങ്കിൽ, ഇനിയുള്ള ഒരു ബൂമിങ്ങിന് നമുക്ക് 4-5 വർഷം മാത്രമാണ് ഇതിന്റെ ഒരു ബൂമിങ്ങിലേക്ക് വരാൻ നമ്മൾ കാത്തിരിക്കേണ്ടതുള്ളൂ. കാത്തിരിക്കുകയല്ല, നമ്മൾ അതിനോടൊപ്പം സഞ്ചരിക്കുകയാണ് വേണ്ടത് എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് ഇവിടെ ഇതിനെപ്പറ്റി പറയാനുള്ള ഒരു കാര്യം. അതുപോലെ തന്നെ ടെക്നോളജി ഇനി യൂസ് ചെയ്യാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇനി നിലനിൽക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. നമ്മൾ മനസ്സിലാക്കുമ്പോൾ റേഡിയോ എന്നുള്ളൊരു ഒരു വിനിമയ ഉപാധി, അല്ലെ? അത് 5 കോടി ആളുകളിലേക്ക് എത്താനായിട്ട് 36 വർഷം വേണ്ടി വന്നു എന്നുള്ളതാണ് കണക്ക്. അതായത് റേഡിയോയുടെ പോപ്പുലേഷൻ, അതല്ലെങ്കിൽ റേഡിയോ 5 കോടി ജനങ്ങളിലേക്ക് എത്താൻ 36 വർഷം വേണ്ടി വന്നു. ഇപ്പൊ ChatGPT നമ്മളെല്ലാവരും ഒരു പക്ഷെ ഉപയോഗിക്കുന്നുണ്ടാവും, നമ്മുടെ മൊബൈലിൽ വരെ ഉണ്ട്. നമ്മൾ ഉപയോഗിക്കാത്തത് കൊണ്ട് ഇത് ഇല്ല എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. നമ്മുടെ മൊബൈലില് വാട്സപ്പിൽ വരെ ChatGPT പുതിയ വേർഷൻ AI വരുന്നുണ്ട്. അപ്പൊ ആ ഒരു ChatGPT 2022 നവംബർ 22-നാണ് നിലവിൽ വന്നത്. പക്ഷെ അതിന്റെ ഉപയോഗം 2 മാസം കൊണ്ട് 100 കോടി ജനങ്ങളിലേക്കാണ് എത്തിയിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പോ നമ്മൾ റേഡിയോയുടെ കാര്യം എടുക്കുമ്പോൾ ടെക്നോളജിയുടെ റെവലേഷൻ ആണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പൊ അതിന്റെ സ്പീഡാണ് ഞാൻ പറഞ്ഞു വരുന്നത്. 100 കോടി ജനങ്ങളിലേക്ക് എത്താൻ വെറും 2 മാസം കൊണ്ടാണ് ChatGPT എത്തിയിട്ടുള്ളത്. അപ്പൊ നമ്മള് ടെക്നോളജിയുടെ ഒപ്പം നമ്മൾ സഞ്ചരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സ്പീഡ് 2ഓ 3ഓ 4ഓ ഒക്കെ ആയിട്ട് മാറ്റാനായിട്ട് നമുക്ക് കഴിയും. നമ്മൾ ട്രഡീഷണൽ ആയിട്ടുള്ള പഴയ രീതിയിൽ
മാത്രം നമ്മൾ ഇപ്പോഴും ഡയറക്ട് സെല്ലിംഗ് മേഖലയെ കൊണ്ടുപോയി കഴിഞ്ഞാൽ നമ്മുടെ വിജയം എന്നുള്ളത് ഉണ്ടാവും, പക്ഷെ അത് കുറച്ച് ബഹുദൂരം മുന്നിലാവും എന്നുള്ളതാണ് പറയാനുള്ള ഒരു കാര്യം. ഇപ്പൊ നമ്മൾ എല്ലാ മേഖലയിലും കാതലായിട്ടുള്ള മാറ്റങ്ങൾ വരുമ്പോൾ ചൈനയിൽ AI ഹോസ്പിറ്റൽ വരെ വന്നു എന്നുള്ളതാണ് പറയപ്പെടുന്നത്. അതായത് ആർട്ടിഫിഷ്യൽ ഇന്റലിജന്റ് മാത്രമുള്ള ചൈനയിൽ ഹോസ്പിറ്റൽ വരെ വന്നു, അല്ലെ? അപ്പൊ ഡോക്ടർമാരുള്ള ഇനിയുള്ള ഡോക്ടർമാരുടെ ഫ്യൂച്ചർ ഉണ്ടാകും. നമ്മൾ ഏറ്റവും കൂടുതൽ പറഞ്ഞിരുന്ന ഒരു തൊഴിലവസരമായിരുന്നു ഡോക്ടർ, എഞ്ചിനീയർ എന്നുള്ളത്. അപ്പൊ ഓരോ ഡോക്ടർമാരുടെ ഫ്യൂച്ചർ എന്താണ് ഇനി വരാൻ പോകുന്നത്? 10,000 ഡോക്ടർ 10,000 പേഷ്യന്റിനെ ഒരു ദിവസം കൊണ്ട് ട്രീറ്റ് ചെയ്യാം എന്നുള്ളതാണ്. 10,000 പേഷ്യന്റിനെ 3-4 ദിവസം കൊണ്ട് ട്രീറ്റ് ചെയ്യാൻ കഴിയാമെന്നുള്ളതാണ് AI ഹോസ്പിറ്റലിന്റെ പ്രത്യേകത. അതൊരു ഡോക്ടർ ചെയ്യുകയാണെങ്കിൽ 3 വർഷം മുതൽ 4 വർഷം വരെ വേണ്ടിവരും. അപ്പൊ നമ്മൾ ടെക്നോളജിയുടെ നമ്മൾ മനസ്സിലാക്കാത്തത് കൊണ്ട് ടെക്നോളജി വളരുന്നില്ല എന്ന് നമുക്ക് പറയുന്നതിൽ അർത്ഥമില്ല എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ആളുകൾ എവിടെയാണ് കൂടുതൽ? ഞങ്ങൾ എല്ലാവരും ചാറ്റ് ബോക്സിൽ ഒന്ന് സ്പെൻഡ് ചെയ്യുക സമയം. നമ്മളെ ആളുകളെ ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യപ്പെടുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് എവിടെയാണ്? ഒന്നുകൂടി പറയാം, ആളുകളെ ഏറ്റവും കൂടുതൽ സമയം ഒരു ദിവസത്തിൽ സ്പെൻഡ് ചെയ്യപ്പെടുന്ന സ്ഥലം എവിടെ? യെസ്, സോഷ്യൽ മീഡിയ, അല്ലെ? ഒരുപാട് പേര് ചാറ്റ്സിൽ വരുന്നുണ്ട്. അപ്പൊ നമുക്ക് അവരിലേക്ക് എത്താനായിട്ട് ഏറ്റവും എളുപ്പമായിട്ടുള്ള വഴി ഏതാണ്? വീണ്ടും റിപ്പീറ്റ് ചാറ്റ് ചെയ്യണ്ട, ഇതെന്റെ ഉത്തരം, അല്ലെ? ആളുകൾ ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യപ്പെടുന്ന സമയം, ആ ഒരു സമയത്തെ ആ സ് അവര് സ്പെൻഡ് ചെയ്യുന്ന ആ ഒരു സമയത്തെ നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് നമുക്ക് മാറ്റിക്കൂടെ? ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. അവർ ചെയ്യുന്നത് സ്പെൻഡ് ആണ്, അല്ലെ? ആ ഒരു സമയം സ്പെൻഡ് ചെയ്യാണ് അവർ ചെയ്യുന്നത്. പക്ഷെ ആ ഒരു സമയത്തെ നമുക്ക് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് ഡൈവേർട്ട് ചെയ്തുകൂടെ എന്നുള്ളതാണ് എന്റെ ചോദ്യം. കാരണം അവരുടെ മുന്നിലേക്ക് എത്താനായിട്ട് ഏറ്റവും നല്ലൊരു സാഹചര്യം നമ്മുടെ മുന്നിലുണ്ട്. സോഷ്യൽ മീഡിയ വഴി നമ്മൾ RCMന്റെ ആശയങ്ങളെ പ്രചരിപ്പിക്കുക എന്നുള്ളതാണ്. അത് പഴയ പല്ലവി ഇനി നടക്കില്ല. പഴയ കാലത്ത് അല്ലെങ്കിൽ സമീപകാലത്ത് എല്ലാ കമ്പനികളും നമ്മൾ RCMകാർ ചെയ്യുന്ന ഒരു കാര്യം എന്താണ്? നമ്മളൊരു പ്രൊഡക്റ്റിന്റെ കാറ്റലോഗോ അതല്ലെങ്കിൽ നമ്മുടെ സിസ്റ്റത്തിൽ നമ്മുടെ കമ്പനി വെബ്സൈറ്റിൽ വരുന്ന കാര്യങ്ങൾ അതേപടി ഫോർവേഡ് ചെയ്യാണ്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അത് എത്ര പേര് കാണുന്നുണ്ടായിരിക്കും, അവരത് ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? പക്ഷെ അവർ അറ്റൻഷനിൽ വരണമെങ്കിൽ എന്ന് നമ്മളൊരു വീഡിയോ ഒരു പ്രൊഡക്റ്റ് നമ്മുടെ കയ്യിൽ എടുത്തുകൊണ്ട് ഈ ഒരു പ്രൊഡക്റ്റ് ഞാൻ ഉപയോഗിച്ചതാണ്, എനിക്ക് ഇത്ര റിസൾട്ട് എനിക്ക് കിട്ടി, അതായത് എന്റെ കുടുംബത്തിന് ഇത്ര റിസൾട്ട് കിട്ടിയെന്ന് നമ്മൾ ഇൻഡിവിജ്വൽ ആയിട്ട് ഒരു ബ്രാൻഡായിട്ട് നമ്മൾ എന്ന് മാറുന്നുവോ അന്ന് മാത്രമേ നമ്മൾ ആളുകൾ ശ്രദ്ധിക്കുള്ളൂ. ഞാനിപ്പോ അടുത്ത കാലത്ത് ഞാനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങി. അപ്പൊ അതില് നമ്മൾ RCM പ്രചരിപ്പിച്ചിട്ടില്ല. അതിന് പ്രചരിപ്പിക്കാത്തതിന്റെ എന്താണ് ഒരു കാരണം എന്ന് അറിയാം? നമ്മൾ ആദ്യം RCM പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഉണ്ടാവുക? RCM ഒരു ബ്രാൻഡ് മാത്രമാണ്. അതിലേക്ക് വരുന്ന ആളുകൾ RCM ഉപഭോക്താക്കൾ മാത്രമേ വരുള്ളൂ. ഞാൻ ചെയ്തൊരു സ്ട്രാറ്റജി അല്ലെങ്കിൽ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ട്രാറ്റജി എന്നുള്ളത്, ആദ്യം നമുക്ക് കോമൺ ആയിട്ട് എല്ലാ ആളുകൾക്കും റെലവെന്റ് ആയിട്ട് തോന്നുന്ന കുറച്ച് ടോപ്പിക്കുകൾ നമുക്ക് അതിൽ ഫോർവേഡ് ചെയ്യാണ് ഞാൻ ഇപ്പൊ 2 മാസമായിട്ടുള്ളൂ, ജനുവരി മുതൽ തുടങ്ങിയിട്ടുള്ളത്. അപ്പൊ നമ്മളത് കാതലായിട്ട് നമ്മൾ റിപ്പീറ്റ് ആയിട്ട് അങ്ങനെ ഇട്ട് വരുമ്പോൾ ഈ ഒരു വ്യക്തി ജെന്യുവൻ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്, അത് അങ്ങനെ തന്നെ ആവും വേണം കേട്ടോ. അവരെ ബോധിപ്പിക്കാൻ മാത്രമല്ല, ജെന്യുവൻ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് എന്നുള്ള അവർ ബോധ്യപ്പെടുകയും പിന്നീട് ക്രമേണ അവരുടെ ജീവിതത്തിന്റെ ഭാഗമായിട്ട് RCM കൊണ്ടുവരാനുള്ള ഒരു ശ്രമമാണ് ഞാൻ യൂട്യൂബ് ചാനലിലൂടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് ഇപ്പൊ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്, അതെന്തായാലും തുടർന്ന് വരും. അപ്പൊ നമ്മൾ ജെന്യുവൻ ആയിട്ടുള്ള ആ ഒരു മേഖലയിലേക്ക് കടന്നു വരികയും നമ്മൾ ജെന്യുവൻ ആണെന്നുള്ള ആളുകളെ ബോധ്യപ്പെടുത്തണം. അല്ലെങ്കിൽ നമ്മളൊരു സുപ്രഭാതത്തിൽ ഞാൻ RCM ചെയ്യുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് ആരും നമ്മുടെ പുറകെ വരികയോ അല്ലെങ്കിൽ നമ്മളോട് ജോയിനിങ് എടുക്കുകയോ ചെയ്യില്ല. നമ്മൾ ആ ഒരു ജെന്യുവൻ ആയിട്ടുള്ള വ്യക്തി ആദ്യം നമ്മളെ സെല് ചെയ്യണം, അല്ലെ? നമ്മളെ സെല് ചെയ്തതിന് ശേഷമാണ് നമുക്ക് പ്രൊഡക്റ്റ് സെല് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ പല ആളുകളും നമുക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങുന്നുണ്ട്, അപ്പൊ അതിൽ പ്രൊമോഷൻ നടക്കണം. അതുപോലെ നമ്മൾ സോഷ്യൽ മീഡിയയും നമ്മൾ ഉപയോഗിക്കണം എന്നുള്ളതാണ്. കാരണം ഏറ്റവും കൂടുതൽ ആളുകൾ സ്പെൻഡ് ചെയ്യുന്ന സമയത്തെ ആ ഒരു സ്പെൻഡിനെ നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് നമുക്ക് മാറ്റാനായിട്ട് ടെക്നോളജി അഡോപ്റ്റ് ചെയ്യാത്ത ഒരു വ്യക്തിക്ക് സാധിക്കില്ല, അല്ലെ? നമ്മളൊരു സെയിലിന് പോവുകയാണെന്നുണ്ടെങ്കിൽ ഫിസിക്കൽ സെയിലിന് പോകുമ്പോൾ നമുക്ക് എത്ര പേരിലേക്ക് ഒരു ദിവസം എത്താനായിട്ട് കഴിയും. പക്ഷെ നമുക്ക് സോഷ്യൽ മീഡിയയിൽ ഒരു പ്രൊഡക്റ്റ് എടുത്തതിന്റെ ഉപയോഗം എങ്ങനെയാണ്, ഞാൻ ഉപയോഗിച്ച് റിസൾട്ട് കിട്ടിയതാണ് എന്ന് പറയാനായിട്ട് ഒരു 3 മിനിറ്റോ 4 മിനിറ്റോ, അല്ലെങ്കിൽ മാക്സിമം 2 മിനിറ്റ് കൊണ്ട് ഒരു വീഡിയോ എടുത്തിടാൻ നമുക്ക് എത്ര സമയം വേണ്ടി വരും? ആ ഒരു എടുത്തിടുന്ന ഒരു വീഡിയോ എത്ര ആളുകൾക്ക് ഒരേ സമയം എത്തും? അപ്പൊ ടെക്നോളജിയുടെ എഫിഷ്യൻസി നമ്മൾ എപ്പോഴും മനസ്സിലാക്കണം എന്നുള്ളതാണ് ഇവിടെ പറയാനുള്ള അടുത്ത ഒരു കാര്യം. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ഇൻഡസ്ട്രിയെ പറ്റിയും അതുപോലെ തന്നെ നമ്മുടെ RCM കമ്പനിയെ പറ്റിയും മാത്രം പറയാനുള്ള കുറച്ച് പോയിന്റുകളാണ് പറയാനുള്ളത്.
നമ്മൾ എപ്പോഴും മനസ്സിലാണ്ട് കണ്ടത് ഒരുപാട് ബിസിനസ്സുകൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്, നമ്മുടെ ഗവൺമെന്റ് തലത്തിൽ നടക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഇൻഡിവിജ്വൽ ആയിട്ട് ഒരുപാട് ബിസിനസ്സുകൾ നടക്കുന്നുണ്ട്. നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഞാൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്ത്, ഇവിടെ സൗണ്ട് വയ്ക്കുന്നതിന് കുറച്ച് പരിമിതി ഉണ്ട്, പക്ഷെ എന്നാലും ഒന്നുകൂടി പ്രഷർ ചെയ്ത് പറയാണ്. ലോകത്ത് ഒരു രൂപ പോലും കടമില്ലാതെ നടക്കുന്ന ഒരേ ഒരു ബിസിനസ്സാണ് ഡയറക്ട് സെല്ലിംഗ്. മനസ്സിലാകുന്നുണ്ടോ നിങ്ങൾക്ക്? ഒരു രൂപ പോലും കടമില്ലാതെ നടക്കുന്ന ഒരേ ഒരു ബിസിനസ്സാണ്. നമ്മുടെ ഗവൺമെന്റ് തലത്തില് നമ്മുടെ ഗവൺമെന്റ് ജോലിക്കാർക്ക് ശമ്പളം പോലും ഇപ്പൊ കിട്ടുന്നില്ല അല്ലെ? ആ ഒരു സമയത്താണ് ഒരു രൂപ പോലും കടമില്ലാതെ നടക്കുന്ന ഒരേ ഒരു ബിസിനസ്സിലാണ് നമ്മൾ നിൽക്കുന്നത് എന്നുള്ള ഒരു അവയർനെസ് നമുക്ക് ഉണ്ടാവുക എന്നുള്ളതാണ് ഒന്നാമത്തെ പോയിന്റ്. അതുപോലെ തന്നെ നമ്മുടെ ആർ സി എം ഇത്രയും പ്രൊഡക്റ്റുകൾ, അത് നമ്മുടെ ആർ സി എമ്മിന്റെ മാത്രം പ്രത്യേകതയാണ്. ഡയറക്ട് സെല്ലിംഗ് റൂൾസ് അനുസരിച്ച് ബ്ലഡ്, അതുപോലെ തന്നെ ഓർഗൻ, അവയവം, ഈ രണ്ടുമല്ലാത്ത വ്യത്യസ്തമായിട്ടുള്ള എല്ലാ പ്രൊഡക്റ്റുകളും നമുക്ക് വിൽക്കാം. അതെല്ലാ പ്രൊഡക്റ്റുകളും ആർ സി എമ്മിൽ വരും അല്ലെ? ഇന്ന് 5ഉം 4ഉം പ്രൊഡക്റ്റ് മാത്രമുള്ള കമ്പനികളാണ് ഡയറക്ട് സെല്ലിംഗ് മേഖലയെ കയ്യാറുന്നത്, അല്ലെങ്കിൽ കയ്യേറി നടക്കുന്നത് എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 5 പ്രൊഡക്റ്റ് ഉള്ള കമ്പനി ആണെന്നെങ്കിൽ ആ ഒരു 5 × 800 കമ്പനിക്ക് തത്തുല്യമാണ് നമ്മുടെ ആർ സി എം കമ്പനി അല്ലെ? മിനിമം 4000 പ്രൊഡക്റ്റ് ഇല്ലേ നമുക്ക്? അപ്പൊ നമ്മൾ അങ്ങനെ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് മറ്റുള്ള കമ്പനിയെ പോലും കമ്പയർ ചെയ്യാൻ പറ്റാത്ത ഒരു സ്ഥിതിയിലേക്ക് ആർ സി എം വളർന്നിട്ടുണ്ട്. അത് മറ്റുള്ള കമ്പനിയെ താഴ്ത്തി കെട്ടുന്നതിന് വേണ്ടിയിട്ടല്ല, നമ്മുടെ കമ്പനിയുടെ പൊട്ടൻഷ്യൽ നമ്മൾ മനസ്സിലാക്കിയെടുക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ പോയിന്റ്. അതായത് ഇത്തരം ഏരിയ പ്രൊഡക്റ്റുകൾ ഉള്ള ഒരു കമ്പനി എന്നുള്ളത് ലോകത്ത് വേറെ ഇല്ല എന്നുള്ള ഒരു വസ്തുത നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ജോയിനിങ് ഫീസ് അല്ലെ, അല്ലെങ്കിൽ ജോയിനിങ് ഫീ, അതല്ലെങ്കിൽ ജോയിനിങ്ങിന്റെ റേറ്റ് എന്നൊക്കെ നമുക്ക് പറയാം. വെറും 2000 രൂപയ്ക്ക് നമുക്ക് ആവശ്യമുള്ള പ്രൊഡക്റ്റ് ലോകത്തെ ഇവിടെ ആർ സി എമ്മിലെ ഇന്ത്യയിൽ എവിടെ നിന്നും ഏത് ഷോപ്പിൽ നിന്നും ഏത് പ്രൊഡക്റ്റ് വേണമെങ്കിലും പർച്ചേസ് ചെയ്യാം. അതാണ് ആർ സി എമ്മിന്റെ ഏറ്റവും വലിയ സുതാര്യത. ഞാൻ നേരത്തെ പറഞ്ഞു അല്ലെ, ചില കമ്പനികൾ കോംബോ പ്രൊഡക്റ്റ് ആണ്. കോംബോ എന്ന് പറയുമ്പോൾ അവരുടെ കമ്പനി നിശ്ചയിക്കുന്ന പ്രൊഡക്റ്റ് അവർ നിശ്ചയിക്കുന്ന വിലയ്ക്ക് നമ്മൾ എടുക്കേണ്ടി വരികയാണ്. ഇവിടെ എന്ന് പറയുമ്പോൾ നമുക്ക് ആവശ്യമുള്ള ഷോപ്പിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള പ്രൊഡക്റ്റ് നമുക്ക് പർച്ചേസ് ചെയ്യാം. അതിനൊരു ടൈം പീരീഡ് ഇല്ല അല്ലെ? നമുക്ക് ഇഷ്ടമുള്ള ഷോപ്പിൽ നിന്ന് നമുക്ക് പർച്ചേസ് ചെയ്യാം എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ അടുത്ത ഒരു അഡ്വാൻറ്റേജ് ഉള്ളത്. അതുപോലെ തന്നെ നിങ്ങൾ ചാറ്റ് ബോക്സ് യൂസ് ചെയ്യാം. ഒരു കമ്പനിയുടെ ടേൺ ഓവർ ആകുമോ പ്രോഫിറ്റ് ആകുമോ കൂടുതൽ ഉണ്ടാവുക? ഏതൊരു കമ്പനി എടുത്ത് നോക്കിയാലും ഏറ്റവും കൂടുതൽ ഉണ്ടാവുക ടേൺ ഓവർ ആണോ പ്രോഫിറ്റ് ആണോ കൂടുതൽ ഉണ്ടാവുക എന്നുള്ളതാണ് ഇവിടെ ചാറ്റ് ബോക്സ് യൂസ് ചെയ്യേണ്ടത്. എല്ലാവരും ഇവിടെ ഉണ്ടല്ലോ അല്ലെ? ഓക്കെ. ടേൺ ഓവർ കൂടുതൽ ഉണ്ടാവും അല്ലെ? പ്രോഫിറ്റ് കുറവാകും. താരതമ്യേന ടേൺ ഓവറിനേക്കാളും പ്രോഫിറ്റ് കുറവാകും. ഈ നമ്മളൊന്ന് വിശകലനം ചെയ്ത് നോക്കുമ്പോൾ എല്ലാ കമ്പനികളും അവരുടെ പ്രോഫിറ്റിന് ആനുപാതികമായിട്ടാണ് ബോണസോ അതല്ലെങ്കിൽ തത്തുല്യമായിട്ടുള്ള കാര്യങ്ങളോ കൊടുക്കുക. പ്രോഫിറ്റിനെ ബാലൻസ് ചെയ്തിട്ടാണെങ്കിൽ പ്രോഫിറ്റ് കണക്കാക്കിയിട്ടാണ് ബോണസ് കൊടുക്കുക. നമ്മുടെ കമ്പനിക്ക് വേണമെങ്കിൽ മറ്റുള്ള കമ്പനികൾ അനുവർത്തിച്ചിരുന്ന അതേ ശീലം, അതല്ലെങ്കിൽ പ്രോഫിറ്റിൽ നിന്ന് ടേൺ ഓവർ കൊടുക്കാമായിരുന്നു അല്ലെ? ആരും ചോദിക്കില്ല, നമ്മുടെ കമ്പനിയോട് ചോദിക്കാൻ പോവുക അല്ലെങ്കിൽ എന്തുകൊണ്ട് ടേൺ ഓവർ, അങ്ങനെ ഒരു പതിവ് ശൈലി ഇല്ല അല്ലെ? ടേൺ ഓവറിൽ നിന്ന് പ്രോഫിറ്റ് കൊടുക്കുന്ന ഒരു പതിവ് ശൈലി ഇല്ല. അത് ഇവിടെ കൊണ്ടുവന്നത് ആരാണ്? ആർ സി എം ആണ്. അത് അല്ലെങ്കിൽ എന്തുകൊണ്ട് നമ്മുടെ ലീഡേഴ്സ് പോലും ചോദിക്കില്ല, കാരണം അങ്ങനെ ഒരു കീഴ്വഴക്കം ഇല്ലാത്ത സ്ഥിതിക്ക് ടേൺ ഓവറിൽ നിന്നാണ് നമ്മുടെ കമ്പനി ബോണസ് കൊടുക്കുന്നത് എന്നുള്ളത് നമ്മുടെ കമ്പനിയെ മറ്റുള്ള കമ്പനിയിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന ഏറ്റവും വലിയൊരു പോയിന്റ് ആണ്. പക്ഷെ നമ്മൾ പലപ്പോഴും അത് മനസ്സിലാക്കുന്നില്ല, അതല്ലെങ്കിൽ നമ്മൾ അതിനെപ്പറ്റി അറിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു യാഥാർത്ഥ്യം. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞൊരു കാര്യം. അതുപോലെ തന്നെ മൂല്യവത്തായിട്ടുള്ള പ്രൊഡക്റ്റുകൾ, അതാണ് അടുത്തൊരു ഏറ്റവും വലിയ ഇമ്പോർട്ടന്റ്. നമ്മുടെ എല്ലാ പ്രൊഡക്റ്റ് എടുത്ത് നോക്കിയാലും, ഞാൻ പറയുകയാണെങ്കിൽ നമ്മുടെ ആർ സി എം കമ്പനിയുടെ ഏറ്റവും വലിയ മൂവ്മെന്റ് നടക്കണമെങ്കിൽ 2 പ്രൊഡക്റ്റ് ആർ സി എം ഔട്ട്ലെറ്റിലൂടെ വന്നാൽ മതി. നമ്മുടെ ഷോപ്പുകൾ നടത്തുന്ന ആളുകൾ ഇതിൽ ഒരുപാട് ഉണ്ടാവും. ആർ സി എം ഷോപ്പുകളിൽ ആർ സി എമ്മിനെ അറിയാത്ത ആളുകൾക്ക് വന്ന് ചോദിക്കുന്ന, ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന 2 പ്രൊഡക്റ്റ് ആണ് പഞ്ചസാരയും മൈദയും. ഈ 2 പ്രൊഡക്റ്റ് ആർ സി എം ഔട്ട്ലെറ്റിലൂടെ വന്നു കഴിഞ്ഞാൽ ആർ സി എമ്മിന്റെ ഒരു വളർച്ച എന്താവും? പക്ഷെ അതൊരിക്കലും വരില്ല. എന്തുകൊണ്ടാണ്? മൂല്യവത്തായിട്ടുള്ള പ്രൊഡക്റ്റുകൾ മാത്രമാണ് ആർ സി എം ഔട്ട്ലെറ്റിലൂടെ വിൽക്കപ്പെടുന്നുള്ളൂ എന്നുള്ളതാണ്. അതല്ലെങ്കിൽ കമ്പനിയുടെ ലാഭമോ അതല്ലെങ്കിൽ അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ആളുകളുടെ ലാഭമോ എന്നല്ല കമ്പനി കണക്കാക്കുന്നത്. ഇത് ഉപയോഗിക്കുന്ന കസ്റ്റമർക്ക് എന്ത് റിസൾട്ട് കിട്ടും എന്ന് ഗവേഷണം നടത്തിയിട്ടാണ് നമ്മൾ ഓരോ പ്രൊഡക്റ്റും ഇറക്കുന്നത് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം കൂടി നമ്മൾ മനസ്സിലാക്കുക എന്നതും കൂടിയാണ് ഈ ഒരു അവസരത്തിൽ നമ്മൾ പറയാനുള്ളത്.
ഞാനത് എന്റെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. വേണമെങ്കിൽ നമുക്കൊരു 50,000-മോ അതല്ലെങ്കിൽ 60,000-മോ ലക്ഷമോ ശമ്പളം മേടിക്കുന്ന ഒരു ജോലിക്കാരനായിട്ട്, ജോലി മോശമാണെന്ന് ഞാൻ ഒരിക്കലും പറയും, ഞാനും ഒരു ജോലി ചെയ്യുന്ന ഒരാളാണ്, ആ ഒരു ജോലി ചെയ്ത് നമുക്ക് ജീവിക്കാം. അതല്ലെങ്കിൽ അടുത്തൊരു ഓപ്പർച്യൂണിറ്റി ഈ പറഞ്ഞ 50,000-മോ 60,000-മോ അതല്ലെങ്കിൽ ലക്ഷക്കണക്കിന് ആളുകൾക്ക് ഒരു വരുമാനം കൊടുക്കുന്ന, അതല്ലെങ്കിൽ അവർക്കും ഇതുപോലെ തന്നെ ലക്ഷങ്ങളും അതുപോലെ തന്നെ ആയിരങ്ങളും വരുമാനം കൊടുക്കുന്ന ഒരു എന്റർപ്രണർ ആയിട്ട് നമുക്ക് മാറാം. ചോയ്സ് നമ്മുടേതാണ്. നമ്മൾ പ്രവർത്തിക്കുക തുടങ്ങണം, അതല്ലെങ്കിൽ നമ്മൾ ഈ ഒരു പതിയെ പോക്ക് ഇനി അവസാനിപ്പിച്ച് നല്ല രീതിയിൽ പ്രവർത്തിക്കണം എന്നുള്ളതാണ് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്. എന്തായാലും നമ്മൾ നാളെ ഇവിടെ നിന്ന് മൺമറഞ്ഞു പോകും അല്ലെ. ഒന്നുകിൽ തുരുമ്പിച്ച് അല്ലെ, ഇരുമ്പ് തുരുപ്പിച്ച് ഇല്ലാണ്ടാവും അല്ലെ, ശരിയല്ലേ? അതല്ലെങ്കിൽ പ്രവർത്തിച്ച് തേഞ്ഞ് ഇല്ലാതാവാം. ഇതിൽ ഏത് വേണം എന്നുള്ളത് നമ്മളെല്ലാവരും തീരുമാനിക്കുക എന്നുള്ളതാണ് ഈ ഒരു അവസരത്തിൽ അവസാനിപ്പിച്ചുകൊണ്ട് പറയാനുള്ളത്. അപ്പൊ നമ്മുടെ പ്രവർത്തനങ്ങളെ ഊർജിതമാക്കുക. നമ്മുടെ എല്ലാവിധ സപ്പോർട്ടും നമ്മുടെ ഗവൺമെന്റിന്റെ ഭാഗത്തും നമ്മുടെ ലീഡേഴ്സിന്റെ ഭാഗത്തുനിന്നും ഉണ്ട്. നമ്മുടെ പൊതുജനത്തിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു സപ്പോർട്ട് വരാൻ കുറച്ച് സമയം എടുക്കും. പക്ഷെ അതിനു മുമ്പ് നമുക്ക് ആ ഒരു അവയർനെസ് കൊടുത്ത് അവരിലേക്ക് ഈ ഒരു ഇൻഫർമേഷൻ എത്തിച്ച് മുന്നോട്ട് പോയാൽ നമ്മുടെ ബിസിനസ് വളരെ നല്ല രീതിയിൽ കൊണ്ടുപോകാനായിട്ട് നമുക്ക് സാധിക്കും. അതുപോലെ നമ്മുടെ രാജ്യത്തിനും നമ്മുടെ സമ്പദ് വ്യവസ്ഥയ്ക്കും ഒരു നട്ടെല്ലായിട്ട് മാറാനും നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ഒരു ടോക്കിലൂടെ വൈൻഡപ്പ് ചെയ്യുന്നു. അപ്പൊ നിങ്ങൾ ഇത്ര നേരം കേട്ടിരുന്ന എല്ലാവർക്കും വളരെ അധികം നന്ദി അറിയിച്ചുകൊണ്ട് എൻ്റെ ഒരു സെക്ഷനോട് വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു. താങ്ക് യു.